ഒറ്റപ്പാലത്തെ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് കെ പ്രേംകുമാറാണ് നമ്മോടൊപ്പം ചേരുന്നത്. പ്രേമേട്ട, ആദ്യം തന്നെ വ്യത്യസ്തമായി തോന്നിയത് നോട്ട് ബുക്കുകൾ സ്വീകരിച്ചുകൊണ്ടുള്ളൊരു അത് വേറിട്ട് വന്നാൽ എന്താണ് അത് പറഞ്ഞു തുടങ്ങുന്നത്? അതെ, നമ്മൾ അങ്ങനെ ചെയ്യാൻ കാരണം നമ്മളൊരു ദിവസം രാത്രി സ്വീകരണ പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ നൂറുകണക്കിന് റിബൺ, മാല, ഷാളെല്ലാമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. പലയിടത്തും നേരത്തെ നമുക്ക് മൊമെൻറ്റോസും ലഭിച്ചിരുന്നു. അതും വീട്ടിൽ സൂക്ഷിക്കാൻ കഴിയാത്ത വിധം പ്രയാസം അനുഭവിക്കുകയാണ്. ഒരു 3 കൊല്ലമൊക്കെ കഴിഞ്ഞാൽ പലതും പതുക്കെ പതുക്കെ നശിക്കാനും തുടങ്ങും. ഇപ്പോൾ നമ്മൾ സ്ഥാനാർത്ഥി സ്വീകരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇങ്ങനെ റിബണുകളെല്ലാം ലഭിക്കുമ്പോൾ അതിന് പകരം അപൂർവം ചിലർ നമ്മുടെ സമൂഹത്തിൽ കുട്ടികൾക്ക് പഠനോപകരണങ്ങളൊക്കെ വാങ്ങി നൽകാൻ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. അപ്പോൾ അവരെ സഹായിക്കാൻ കഴിയുന്ന നിലയിൽ പഠനോപകരണങ്ങൾ നൽകിയാൽ മതി എന്ന് നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒറ്റപ്പാലം മണ്ഡലത്തിലെ നേതാക്കളോട് നമ്മളൊരു അഭ്യർത്ഥന നടത്തി. അത് അവർ സ്വീകരിക്കുകയും താഴെ തട്ടിലേക്ക് അതിൻ്റെ വിവരങ്ങൾ കൈമാറുകയും ചെയ്തു. അങ്ങനെയാണ് നമ്മുടെ മണ്ഡലത്തിൽ നോട്ട് പുസ്തകങ്ങളുണ്ട്, അതുപോലെ തന്നെ നമുക്ക് മറ്റ് ജിയോമെട്രി ബോക്സ് ഉണ്ട്, വിവിധങ്ങളായിട്ടുള്ള പഠനോപകരണങ്ങൾ, നമുക്ക് പെന്നുകളുണ്ട്, പെൻസിലുണ്ട്, അതെല്ലാം നമുക്ക് ലഭിക്കുകയുണ്ടായി. അപ്പോൾ അത് നമുക്ക് സ്കൂൾ തുറക്കുന്നതിന് മുമ്പായി അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് കൊടുക്കുകയും ചെയ്യാം. നല്ലൊരു നീക്കം. ഇനി തെരഞ്ഞെടുപ്പിലേക്ക് വരികയാണെങ്കിൽ എന്താണ് ഒറ്റപ്പാലത്ത് ഇത്തവണത്തെ പ്രതീക്ഷകളും സാഹചര്യങ്ങളൊക്കെ? ഒറ്റപ്പാലത്ത് നമുക്കറിയാം 2021 LDFനെ ചേർത്ത് പിടിച്ച മണ്ഡലമാണ്. ഈ കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് നല്ല മേൽക്കൈ കൃത്യമായി അടയാളപ്പെടുത്തിയ മണ്ഡലമാണ്. ഒട്ടും അഹങ്കാരത്തോടെയല്ല നമ്മുടെ നാട്ടിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ യോജിച്ച് പ്രവർത്തിച്ച് ഇടതുപക്ഷത്തിന് അഭിമാനകരമായ വിജയം സാധ്യമാക്കുമെന്ന് ഉറപ്പുവരുത്തിയ ഒരു അന്തരീക്ഷമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എല്ലാ പ്രദേശത്തും ഇടതുപക്ഷത്തെ സ്വീകരിക്കാൻ സർക്കാരിൻ്റെ ജനക്ഷേമ നടപടികളുടെ തുടർച്ചയിൽ ആളുകൾ ഒത്തുചേരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏറെക്കാലം കൂടെ ഉണ്ടായിരുന്ന, ഒപ്പം ഉണ്ടായിരുന്ന സഖാവ് PK ശശിയാണ്. ഇപ്പോൾ സഖാവല്ല, അദ്ദേഹം മറുവശത്താണല്ലോ. അദ്ദേഹമാണ് UDFന്റെ സ്ഥാനാർത്ഥി. അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകൾ ചോർത്തുവെന്നോ പാർട്ടിക്ക് ഒരു തലവേദന ഉണ്ടാക്കുമെന്നോ കരുതുന്നുണ്ട് തെരഞ്ഞെടുപ്പിൽ? ഞാൻ പറയുന്നത് LDF UDF തമ്മിലുള്ള മത്സരമാണല്ലോ. സ്വാഭാവികമായിട്ടും വളരെ കുറച്ച് പേർ, ഞാൻ എണ്ണമൊന്നും പറയുന്നില്ലെങ്കിലും ഇടതുപക്ഷത്ത് നേരത്തെ ഉണ്ടായിരുന്ന ചിലർ അദ്ദേഹത്തോടൊപ്പം പോയിട്ടുണ്ട്. പക്ഷേ അതിനെല്ലാം അപ്പുറത്ത് എത്രയോ പേർ ഇടതുപക്ഷത്തേക്ക് ഇദ്ദേഹം സ്ഥാനാർത്ഥിയായതിൻ്റെ ഭാഗമായി ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് എന്ന് പറഞ്ഞു വരികയും ചെയ്തിട്ടുണ്ട്. ഇടതുപക്ഷം എന്ന് പറയുന്ന നിലപാടിനാണ്, ആ നിലപാടിന് നമ്മുടെ നാട്ടിൽ ഒരു സ്വീകാര്യതയും അംഗീകാരവും ഉണ്ട് എന്നതാണ് കാണുന്നത്. അതിനൊരു പ്രയാസം ഉണ്ടാകുമെന്ന് കരുതുന്നില്ല. അതിനുള്ള സാധ്യത, അതുകൊണ്ടൊരു മണ്ഡലത്തിലെ ജയപരാജയത്തെ സ്വാധീനിക്കാനോ നിർണ്ണയിക്കാനോ കഴിയുന്ന നിലയിലുള്ള ഒരു പ്രശ്നം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. പിന്നെ ഒരുമിച്ച് പ്രവർത്തിച്ച പലരും ഉണ്ട്, അദ്ദേഹം മാത്രമല്ല, നമ്മോടൊപ്പം പ്രവർത്തിച്ച പലരും ഉണ്ട്. പലരും അങ്ങനെ മാറി നിന്നിട്ടുമുണ്ട്. ഇദ്ദേഹം സ്വാഭാവികമായിട്ടും അങ്ങനെ ആയിപ്പോയി. ജനങ്ങളാണ് ഇനി വിലയിരുത്തേണ്ടത്. മണ്ഡലത്തിൻ്റെ വിജയ സാധ്യതയെ ബാധിക്കുന്ന ഒന്നും അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. NDA സ്ഥാനാർത്ഥി അവകാശപ്പെടുന്നത് LDF NDA തമ്മിലാണ് പ്രധാന പോരാട്ടം എന്നാണ്. അതെ, അദ്ദേഹത്തിൻ്റെ അവകാശവാദമാണ്. എണ്ണുമ്പോൾ നമുക്ക് മനസ്സിലാകാം എന്താണ് സ്ഥിതി എന്ന്. എങ്ങനെയാണ് ഭൂരിപക്ഷത്തിൻ്റെ പ്രതീക്ഷകൾ? ഭൂരിപക്ഷം, ഞാനൊരു സംഖ്യ പറയുന്നത് ഭൂരിപക്ഷം ഒരിക്കലും നമ്മുടെ വോട്ടിനെ മാത്രം ആശ്രയിച്ചല്ല. ഇടതുപക്ഷത്തിന് 100-51 വോട്ട് കിട്ടി, അതിൽ UDFന് 40 വോട്ടും കിട്ടി, ബാക്കിയുള്ളത് പിന്നെ NDAക്കും കിട്ടിയാൽ ഭൂരിപക്ഷം ചിലപ്പോൾ കുറയും. ഭൂരിപക്ഷം എന്നത് എതിരാളികളുടെ വോട്ട് ഭിന്നിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. ഞാൻ ഭൂരിപക്ഷത്തെ പറ്റിയല്ല ആശങ്കപ്പെടുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്നത് ഒറ്റപ്പാലം മണ്ഡലത്തിൽ ആരൊക്കെ ഒരുമിച്ച് നിന്നാലും പരാജയപ്പെടുത്താൻ കഴിയാത്ത ശക്തിയായി 50% വോട്ടുള്ള മുന്നണിയും പാർട്ടിയുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതുപോലെ തന്നെ ഇടതുപക്ഷ പാർട്ടികളും ഈ മണ്ഡലത്തിൽ മാറണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ആ നിലയിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അല്ല, ഡീൽ ഞാൻ അങ്ങനെ ഒന്നും ഞാൻ പറഞ്ഞില്ല. ഇടതുപക്ഷത്തിന് ഒരു 50% വോട്ട് ഈ മണ്ഡലത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. ഡീലിനെ സംബന്ധിച്ചൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെങ്കിലും വിജയം ഉറപ്പാണ്. നല്ല പ്രതികരണമാണ് ആളുകളിൽ നിന്നുള്ളത്. നിങ്ങൾക്ക് ഒരു മാധ്യമ സ്ഥാപനം എന്ന നിലയിലൊക്കെ നിങ്ങൾക്കും ചോദിക്കാൻ ജനങ്ങളോട് ഇടതുപക്ഷത്തെ പറ്റിയും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ പറ്റിയും ഇടതുപക്ഷത്തിൻ്റെ സർക്കാർ നടപ്പിലാക്കിയ നയങ്ങളെ പറ്റിയും എന്തെങ്കിലും ഭരണവിരുദ്ധ വികാരമുണ്ടോ, ഇവിടെ മറ്റേതെങ്കിലും സ്ഥാനാർത്ഥിക്കാണോ മേൽക്കൈ മുൻകൈ എന്നൊക്കെ നിങ്ങൾ കൂടി സ്വതന്ത്രമായി നടത്തിയാൽ കുറച്ചുകൂടെ ബോധ്യമാവുകയും ചെയ്യും. വികസനമാണോ രാഷ്ട്രീയമാണോ മണ്ഡലത്തിൽ ചർച്ചയാക്കുന്നത്? നമ്മൾ വികസനവും രാഷ്ട്രീയവും രണ്ടും ചർച്ചയാക്കുകയാണ്. രാഷ്ട്രീയവും വികസനവും രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിൽക്കുന്ന ഒന്നല്ല, അത് രണ്ടും ചേർന്ന് പോകുന്ന ഒന്നാണ്. ഇടതുപക്ഷ രാഷ്ട്രീയം വികസനത്തെ കാണുന്നത് മറ്റൊരു നിലയിലാണ് എന്ന് മാത്രം. സാധാരണ രീതിയിൽ നിന്ന് വ്യത്യസ്തമായൊരു ചിന്തയാണ്. ഇപ്പോൾ ഞാൻ പറയാം, നോട്ട് പുസ്തകം സമ്മാനമായി കൊടുക്കുന്ന രീതിയിൽ നിന്ന് അവലംബിച്ചപ്പോൾ ഇന്ന് രാവിലെ അകവണ്ട എന്ന് പറയുന്ന സ്ഥലത്ത്, അമ്പലപ്പാറ പഞ്ചായത്തിൽ നിന്നാണ് ഞങ്ങൾ പര്യടനം തുടങ്ങിയത്. അവരവിടെ ചെയ്തത്
പ്രായമായവർക്ക് കൊടുക്കാൻ കഴിയുന്ന ബ്ലാങ്കറ്റ് ഉൾപ്പെടെയുള്ളവ നമുക്ക് തരുമായിരുന്നു. അപ്പോൾ അത്തരം പുതപ്പും മറ്റ് സാധനങ്ങളും എങ്ങനെ പ്രായമായവർക്ക് കൊടുക്കാൻ MLA സ്വീകരിക്കുമ്പോൾ കൊടുക്കണം. അപ്പം നമ്മൾ എന്താണോ മുന്നോട്ട് വയ്ക്കുന്നത് അതിനപ്പുറത്ത് കാര്യങ്ങളെ സമഗ്രമായി കാണാനും ചിന്തിക്കാനും ഒക്കെ കഴിയുന്നവർ താഴെ തട്ടിൽ ഇടതുപക്ഷത്തിനുണ്ട്. അതാണ് ഇടതുപക്ഷം യഥാർത്ഥത്തിൽ ആ വേരാണ് ഇടതുപക്ഷത്തെ ഇടതുപക്ഷമാക്കുന്നത്. ജനങ്ങളുമായിട്ടുള്ള ബന്ധമാണ്. ജയപരാജയങ്ങൾക്കപ്പുറത്ത് ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു പക്ഷമാണ്. ആ പക്ഷം ഹൃദയപക്ഷമാണ്. ഇടതുപക്ഷത്തെ ഹൃദയപക്ഷമാക്കി സ്വീകരിക്കുന്ന ഒറ്റപ്പാലത്തുകാർ അത്യുജ്വലമായ ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുമെന്ന ആത്മവിശ്വാസമാണുള്ളത്. അമിത ആത്മവിശ്വാസവും അഹങ്കാരവുമില്ല. വിനയപൂർവ്വം ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. പ്രചരണത്തിലെ വ്യത്യസ്തത അദ്ദേഹത്തിനെ മാറ്റി നിർത്തുന്ന ഒന്നാണ്. അതുപോലെ തന്നെ മണ്ഡലത്തിൽ രാഷ്ട്രീയം പറഞ്ഞാലും വികസനം പറഞ്ഞാലും ഇടതുപക്ഷത്തിനൊപ്പം തന്നെ ജനം നിൽക്കും എന്നൊരു ആത്മവിശ്വാസം കൂടിയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. പ്രജിത് കോങ്ങാടിനൊപ്പം CV അനുമോദ്, News 18. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.